ഈ SSLC മാത്സ് പരീക്ഷ ഈസിയായി വന്നപ്പോൾ നിങ്ങൾക്കൊരു പേടി കുടുങ്ങിയിട്ടുണ്ടാവും, ഇനി ഫിസിക്സ് പരീക്ഷ ടഫ് ആവും എന്നുള്ള കാര്യം. ആ പേടി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ പേടി ഉള്ളത് നല്ലതായിരിക്കും. കാരണം പൊതുവെ നമ്മൾ നോക്കുകയാണ്, ട്രെൻഡ് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും SSLCയിൽ ഒരു പരീക്ഷയെങ്കിലും ടഫായി വരാറുണ്ട്. എന്തായാലും ഇത് മാത്സ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അത് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ നമുക്ക് പറയാൻ പറ്റില്ല. ബയോളജി വരെ ടഫ് ആവാറുണ്ട് കേട്ടോ. ഫിസിക്സ് ടഫ് ആണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ഒരു ലൈവാണ്. ലൈവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഒരൊറ്റ മണിക്കൂറിൻ്റെ സാധനമാണ്. അത് നിങ്ങൾ കണ്ടു തീർത്താൽ ഫിസിക്സ് ടഫായി വന്നാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ് മക്കളെ. ഞാൻ താഴെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പലരും കണ്ട ലൈവ് ആയിരിക്കും, പലരും അറ്റൻഡ് ചെയ്ത ലൈവ് ആയിരിക്കും, പക്ഷെ പലരും കാണാത്ത ലൈവ് കൂടെ ആയിരിക്കും ഇത്. മാത്രമല്ല പലരും കണ്ടവരാണെങ്കിൽ പോലും മറന്നുപോയ ഒരു ലൈവ് ആയിരിക്കും ഇത്. ആ ലൈവ് കംപ്ലീറ്റ് 3 ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് 3 ചാപ്റ്ററിൻ്റെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഇവിടെ ടൈറ്റിൽ കൊടുത്തില്ല എന്നുള്ള തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് ചെയ്തൊരു ലൈവായിരുന്നു. അപ്പോൾ ആ ലൈവിൽ നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും. സാധാരണ സിമ്പിൾ ആയിട്ടുള്ള PYQ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പരീക്ഷ ടഫായിട്ടാണ് വന്നെങ്കിൽ ഇതിലെ ചോദ്യങ്ങൾ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ ഓൾറെഡി അത്യാവശ്യം പഠിച്ച് സെറ്റായവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ലൈവിൽ വന്ന് റിവൈസ് ഒക്കെ ചെയ്യാനുള്ളൂ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ലൈവ് ഫാസ്റ്റായിട്ട് കണ്ടാൽ മതി. സ്കിപ്പ് അടിച്ച് ചോദ്യങ്ങൾ ചെയ്യുന്ന മാത്രം നിങ്ങളൊന്ന് സ്വന്തം ചെയ്ത് നോക്കുക, അത് ആൻസർ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക, അറിയാത്തത് പഠിക്കുക, ആ ലെവലിൽ നിങ്ങൾ ചെയ്താൽ മതി. അത് നിങ്ങൾ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ പരീക്ഷ ടഫായിട്ട് വന്നാലും ഒരു പക്ഷേ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ ഈസി ആയിരിക്കും, A+ ഉറപ്പായിരിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഫസ്റ്റ് 3 ചാപ്റ്ററിൻ്റെ ഉള്ളൂ. അതിനെ സാർ ഫസ്റ്റ് 3 ചാപ്റ്ററിൻ്റെ മക്കളെ ടഫായിട്ട് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഈ 3 ചാപ്റ്ററിന് വരാനാണ്. കാരണം ഒന്ന്, ഈ ഫസ്റ്റ് ചാപ്റ്ററും 3rd ചാപ്റ്ററും ഹൈ വെയിറ്റേജ് ചാപ്റ്ററാണ്. അവിടെ പേപ്പറിൽ ഒട്ടുമിക്ക ചോദ്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററും 3rd ചാപ്റ്ററിനായിരിക്കും. അതൊരു കാര്യം. ടഫായിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ അവിടെ നിന്നായിരിക്കും. കാരണം എന്താണ്? കാരണം അവർക്കും അറിയാം, പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കും അറിയാം, ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണ്? ഫസ്റ്റും 3rd 2nd ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? കാരണം അത് നിങ്ങൾ ഓണ പരീക്ഷയ്ക്ക് പഠിച്ച സാധനമാണ്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ച സാധനമാണ്, മോഡൽ പരീക്ഷയ്ക്ക് ഒക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ അവർക്ക് ചോദിക്കാൻ പറ്റിയ അവർക്കും അറിയാം ഇതെന്നാണ്. അവസാനത്തെ ചാപ്റ്റേഴ്സ് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എനർജി മാനേജ്മെന്റ് ആയിക്കോട്ടെ, വിഷൻ ആൻഡ് വേൾഡ് ഒക്കെ ആയിക്കോട്ടെ, അവിടെ അങ്ങനെ ടഫായിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അവിടെ ജസ്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാന്നല്ലാണ്ട് അവിടെ കൂടുതൽ ടഫായിട്ടുള്ള ചോദ്യങ്ങളുടെ സാധ്യതയില്ല. പിന്നെ അതിന് മുൻപുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കുറച്ച് സാധ്യതയുണ്ട്. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈവിലും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കറിയാലോ, ഞാനല്ലേ ലൈവ് എടുക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഓൾറെഡി ഇവിടെ 1, 2, 3 ടഫ് ലെവൽ ക്വസ്റ്റൻസ് നമ്മൾ ടോപ്പ് ലെവൽ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് കവർ ചെയ്യാനുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാനത് ചെയ്തോളാം. നിങ്ങൾ ലൈവിൽ വന്നിരുന്നാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു പണി നിങ്ങൾ ചെയ്താൽ പരീക്ഷ ടഫായി വന്നാലും A+ നിങ്ങൾ അടിക്കും. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഇത് ചെക്കൗട്ട് ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പലർക്കും പരീക്ഷ ടഫായി വന്നാൽ ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. ഓക്കെ, മാത്രമല്ല ഇതിലെ ചില ചോദ്യങ്ങളൊക്കെ അതേപോലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ ലെവൽ സന്തോഷമായിരിക്കും, കണ്ടവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.